നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യെശയ്യാ പ്രവചനത്തിൽ 40-ാം അധ്യായം 8-ാം തിരുലിഖിതം. പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കോരോരുത്തർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 103-ാം അധ്യായം 3-ാം തിരുലിഖിതം. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖമാക്കുന്നു. ഈ വചനം ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് സൂസൻ, നെടുങ്കണ്ട വിടവക. നെടുങ്കണ്ടതെന്നാണ് സൂസൻ സഹോദരി, പറഞ്ഞോ. ശാലോം ടി വിയിൽ പ്രക്ഷേപണം ചെയ്യുന്ന അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്ത് നെടുങ്കണ്ടം കൺവെൻഷന് സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് നേർന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മോളുടെ അലർജി മൂലമുള്ള തുമ്മലും കണ്ണിന് വേദനയും അതുമൂലം അവൾക്കുണ്ടായ പഠിക്കാനുള്ള ബുദ്ധിമുട്ടും മാറിക്കിട്ടി. ഇത് എത്ര നാളായിട്ടുള്ളതാ? 4 വർഷമായിട്ട്. 4 വർഷമായി. കുട്ടിക്ക് എന്തായിരുന്നു ബുദ്ധിമുട്ട്? അലർജി മൂലം തുമ്മലും അന്നേരം കണ്ണിന് വേദന, അന്നേരം വായിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. ശരിക്കും പഠിക്കാൻ പറ്റില്ല, വായിക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മല്, അങ്ങനെ അലർജി നിമിത്തമുള്ള രോഗപീഠകൾ നിമിത്തം കുട്ടി ക്ലേശിക്കുകയായിരുന്നു. 4 വർഷമായി ഈ കുടുംബത്തിൽ ഈ കുട്ടി ദുഃഖത്തിലും വിഷമത്തിലായിരുന്നു. അപ്പോൾ ഈ കുടുംബം അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ കുടുംബത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ ചിന്ത കർത്താവ് കൊടുത്തു. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഇവർ അഭിഷേകാഗ്നി പ്രോഗ്രാം സമയത്ത് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ഒരു പ്രേരണ കൊടുത്തു. ഒരു നേർന്ന് പ്രാർത്ഥിക്കുക. ആ നേർച്ച ഇതാണ്: നെടുങ്കണ്ടം കൺവെൻഷൻ ഇവിടെ ടീം വരുമ്പോൾ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ എൻ്റെ യേശു എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇത് ചെയ്തു എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്താം എന്ന് നേർന്നങ്ങ് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്തായി? കുട്ടിയുടെ സ്ഥിതി ഇപ്പം എന്തായി? കുഴപ്പമില്ല, മാറി. അലർജി തുമ്മലൊക്കെ മാറി. നല്ല സന്തോഷമായിരിക്കണം. സ്കൂളിലൊക്കെ പോകുന്നില്ല, പഠിക്കാൻ കുഴപ്പമില്ല, യാതൊരു കുഴപ്പമില്ലാത്തത്. കുട്ടി അലർജി രോഗപീഠകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഇന്ന് സൗഖ്യമുള്ളവളായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ദൈവമേ നിന്നുടെ നന്മകൾക്കായി വാക്കുകൾ പോരെ നാഥാ, ചൊല്ലാൻ ശക്തിയുമില്ലെനിക്ക്. ഞാനെങ്ങനെ ചൊല്ലേണം? ദൈവമേ നിന്നുടെ നന്മകൾക്കായി വാക്കുകൾ പോരെ നാഥാ, ചൊല്ലാൻ ശക്തിയുമില്ലെനിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തനം 7-ാം അധ്യായം 15-ാം തിരുലിഖിതം. കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. വചനപ്രഘോഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ശുശ്രൂഷയെ പങ്കുചേരുന്ന കുടുംബങ്ങളിൽ തൽക്ഷണം ഇതുപോലെ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നുണ്ട്. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ ജീവിത പങ്കാളിക്ക് ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് എൻ്റെ ജീവിത പങ്കാളിയുടെ പല്ലുകൾ വെറുതെ ഇളകുകയും പല്ലിന് ശക്തമായ വേദന, യാതൊരു കേടുമില്ലാത്ത പല്ലാണ്, പക്ഷേ എല്ലാ പല്ലും ഇങ്ങനെ വെറുതെ ഇളകുന്നതാണ്. ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, പല്ലും മോണയും തമ്മിൽ കൂടി ചേരുന്ന അവിടെ ദ്രവിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ല, ഓപ്പറേഷൻ ചെയ്യുക മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഒരു ഓപ്പറേഷൻ ചെയ്ത് റെസ്റ്റ് എടുക്കാനുള്ള അവസ്ഥയൊന്നും എൻ്റെ ജീവിത പങ്കാളിക്കില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ കൂടാതെ ഇത് സുഖപ്പെടുത്തി തരണമേന്ന് ഈശോയുടെ ശക്തമായി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഡോക്ടറിനെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിന് ഓപ്പറേഷൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഇത് സുഖപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതേപോലെ
ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ വലിയൊരു ദൈവിക ഇടപെടൽ നൽകാൻ സ്വർഗസ്ഥനായ പിതാവ് തിരുവുള്ളമായിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. മാലാഖമാരുടെയും വിശുദ്ധരുടെയും മുഖ്യദൂതന്മാരുടെ എല്ലാ സാന്നിധ്യം ഈ കൂട്ടായ്മയിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പാട്ട് പാടുമ്പോൾ സാധിക്കുന്ന പോലെ കൈയടിച്ച് ഒരു ധ്യാനകേന്ദ്രത്തിൽ ചെന്നാൽ എങ്ങനെ ശുശ്രൂഷകൾ പങ്കു, അതുപോലെ വിശ്വാസത്തോടും കൂട്ടായ്മയോടും എളിമയോടും ഹൃദയത്തുറവിയോടും കൂടെ നമുക്ക് ഈ ശുശ്രൂഷകളിൽ പങ്കുചേരാം. കണ്ണിരുപ്പും ദൈവവേലയിൽ നൽകിയിടണമേ നാഥാ, വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ. കണ്ണിരുപ്പും ദൈവവേലയിൽ നൽകിയിടണമേ നാഥാ, വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ. അത്ഭുതങ്ങൾ കണ്ടിടുവാനാ കണ്ണുകൾ തുറക്കണമേ, അടയാളങ്ങൾ കണ്ടു ഞങ്ങൾ ആർക്കു വിളിക്കട്ടെ. അത്ഭുതങ്ങൾ കണ്ടിടുവാനാ കണ്ണുകൾ തുറക്കണമേ, അടയാളങ്ങൾ കണ്ടു ഞങ്ങൾ ആർക്കു വിളിക്കട്ടെ. കണ്ണിരുപ്പും ദൈവവേലകൾ നൽകിയിടണമേ നാഥാ, വിടുതൽ നൽകും ഈ രാത്രി ഇറങ്ങി ശുശ്രൂഷകളെ നൽകിയിടണമേ. ചെങ്കടൽ പിളർന്ന് ദൈവജനത്തെ പുറപ്പാടുകാരോട് നയിച്ച സർവശക്തനെ ശക്തിയോടെ വരണമേ കർത്താവേ. എല്ലാ ദൈവമക്കളും സന്തോഷമായി കൈയടിച്ച് കൂട്ടായ്മയോട് ചേർന്ന് പാടി പാടി പ്രാർത്ഥിക്കുന്നു. കുട്ടികളും മുതിർന്നവരും ഒരുമിച്ച് കൈയടിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. ഗ്ലോറി ഗ്ലോറി. മുഖ്യദൂതാമികായേലേ യുദ്ധം ചെയ്തിടണേ, സാത്താൻ കോട്ടകൾ തകർത്തിടുവാനോ പൊരുതണമേ എന്നും പ്രാർത്ഥിക്കുന്നു. മുഖ്യദൂതാമികായേലേ യുദ്ധം ചെയ്തിടണേ, സാത്താൻ കോട്ടകൾ തകർത്തിടുവാനോ പൊരുതണമേ എന്നും. എന്റെ കാവൽ മാലാകെ ഉണർന്നെഴുന്നേൽക്കൂ, സംരക്ഷണത്തിൻ കോട്ടകൾ തീർത്ത് കാവൽ നിൽക്കണമേ. എന്റെ കാവൽ മാലാകെ ഉണർന്നെഴുന്നേൽക്കൂ, സംരക്ഷണത്തിൻ കോട്ടകൾ തീർത്ത് കാവൽ നിൽക്കണമേ, കാവൽ നിൽക്കണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ഇരുപ്പും ദൈവവേലകൾ നൽകിയിടണമേ നാഥാ, വലിയ ഉണർവോടെ വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ. കണ്ണിരുപ്പും ദൈവവേലകൾ നൽകിയിടണമേ നാഥാ, വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ, നൽകിയിടണമേ ഈശോ, നൽകിയിടണമേ ഈശോ. എല്ലാ ദൈവമക്കളും രണ്ട് കരങ്ങൾ ഉയർത്തി സമൂഹം മുഴുവനോട് ചേർന്ന് ആരാധിക്കട്ടെ. ലോകമെമ്പാടുമുള്ള തിരുസഭാ ശുശ്രൂഷകളോട് ചേർന്ന് ആരാധിക്കുന്നു, എല്ലാ വിശുദ്ധരോട് ചേർന്ന് ആരാധിക്കുന്നു, എല്ലാ മാലാഖമാരോട് ചേർന്ന് ആരാധിക്കുന്നു, മുഖ്യദൂത ഗണങ്ങളോട് ചേർന്ന് ആരാധിക്കുന്നു. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ നിറയണമേ, ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കണമേ, കുടുംബങ്ങളിലേക്ക് നിറയണമേ, അത്ഭുത ശക്തിയെ അയക്കണമേ, ദൈവദൂത ഗണങ്ങളെ അയക്കണമേ, മുഖ്യദൂതന്മാരെ സഹായം നൽകണമേ. ഈ വചന പ്രഘോഷണ നിമിഷങ്ങളിൽ ഓരോ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ, ഓരോ കുടുംബങ്ങളിൽ പ്രത്യേക ദുഃഖത്തിലേക്ക് ഇടപെടണമേ. ഒരു സമാധാനത്തിന് മാലാഖ അയക്കണമേ, സൗഖ്യത്തിന് മാലാഖ അയക്കണമേ, പിശാചിനെ ഓടിക്കുന്ന മാലാഖ അയക്കണമേ, എല്ലാ കുടുംബങ്ങളും വിടുവിക്കുന്ന ദൂതന്മാരെ അയക്കണമേ. ദൂതഗണങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ
കൂട്ടായ്മയ്ക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ദൈവിക ചൈതന്യം വ്യാപരിക്കട്ടെ. എല്ലാ കുടുംബ അന്ധകാരങ്ങൾ തകരട്ടെ. എല്ലാ ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. തുറവി ലഭിക്കട്ടെ. കുടുംബങ്ങൾ ഉണരട്ടെ. യുവതിവാക്കന്മാർ ഉണരട്ടെ. ബാലിക ബാലന്മാർ ഉണരട്ടെ. കുട്ടികൾ അഭിഷേകം പ്രാപിക്കട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. അത്ഭുത ശക്തി, കൃപാവര ശക്തി, വചന ശക്തി ഓരോ ഭവനങ്ങളിലേക്ക് നിറയട്ടെ. ഓരോ കൂട്ടായ്മകളിലേക്ക് നിറയട്ടെ. ഗ്ലോറി ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. യേശുവേ 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 അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഈ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ മഹത്വമായ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ കൃപയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ ശക്തിയാലും അങ്ങയുടെ ചൈതന്യത്താലും ഈ സമൂഹങ്ങൾ പൂരിതമാകട്ടെ. ഈ കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് സംസ്ഥാനങ്ങളിലേക്ക് ശാന്തമായി ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് സാത്താന്റെ കെണിയിൽ കുടുങ്ങരുത്. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 26-ാം തിരുലിഖിതം. പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിനു വേണ്ടി നിങ്ങളിൽ ചിലരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വിശുദ്ധ പൗലോസ് ശ്ലീഹ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ സുവിശേഷത്തിന് വേണ്ടി ഒരു ആയുസ് മുഴുവൻ ബലിയർപ്പിച്ച കർത്താവിൻ്റെ ഒരു ശ്ലീഹായാണ്. ഒരായുസ് മുഴുവൻ സുവിശേഷത്തിന് വേണ്ടി ബലിയർപ്പിച്ച പൗലോസ് ശ്ലീഹ ശുശ്രൂഷയുടെ നാളുകളിലൂടെ കടന്നു പോയപ്പോൾ തൻ്റെ ശുശ്രൂഷ മധ്യേ കണ്ടെത്തിയ ഒരു ദൈവിക രഹസ്യം സകല കാലത്തുമുള്ള വിശ്വാസി സമൂഹങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൽ 26-ാം തിരുലിഖിതം. പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി നിങ്ങളിൽ ചിലരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. ഏത് കെണി എന്ന് നാം ഒന്ന് വിശദമായി പഠിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം ആളുകളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഭവം ഒരു തരി പ്രവേശിക്കാത്ത വിധം കരിങ്കല്ല് പോലെയായി അവരുടെ ജീവിതത്തിൽ അവർ ദൈവിക കാര്യങ്ങളിൽ ഒന്നുമല്ലാത്ത വിധമാക്കി തീർക്കാൻ സാത്താൻ പ്രയോഗിക്കുന്ന ഒരു കുതന്ത്രമാണ് ഈ വചനങ്ങളിൽ ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യം വായിച്ചാലാണ് ആ കെണി ഏത് കെണിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക. 2 തിമോത്തിയോസ് 2:25. എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം. സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് മടങ്ങി വരാൻ ഉതകുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം. പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. അപ്പോൾ പിശാച് കുറച്ചാളുകളെ ഒരു കെണി വെച്ച് ആ കെണിയിൽ വീഴ്ത്തി തൻ്റെ അടിമയാക്കിയിരിക്കുന്നു എന്ന് ശ്ലീഹ പറയുകയാണ്. എന്നിട്ട് അതിന് തൊട്ട് മുമ്പ് 25-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, എതിർക്കുന്നവര്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു വലിയ മേഖലയാണ്. എതിർക്കുന്നവര് വചനം പഠിപ്പിക്കുകയാണ്, എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം. സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് മടങ്ങി വരാൻ ഉതകുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം. പിശാച് അവർ ഇഷ്ടനിർവഹണത്തിന് ബന്ധിച്ചിട്ടിരിക്കുന്നെങ്കിൽ അവർ രക്ഷപ്പെട്ടേക്കാം. അപ്പൊ സത്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അവർക്കറിയാം, എന്നാൽ കുറച്ച് കാര്യങ്ങൾ അവർ അജ്ഞരാണ്. മാത്രമല്ല അവരൊരു പ്രത്യേകതയാണ് എതിർക്കുക, സുവിശേഷത്തെ എതിർക്കുക, വചന പ്രഘോഷണത്തെ എതിർക്കുക, ആത്മീയ ശുശ്രൂഷകളെ എതിർക്കുക, ദൈവരാജ്യ വേലകളെ എതിർക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാനും നിങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. കാരണം
പൗലോസ് ശ്ലീഹായുടെ കാലഘട്ടത്തിൽ അനേകം ആളുകളെ നിത്യനരകാഗ്നിയിലേക്ക് പിശാച് ഈ മാർഗത്തിലൂടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു മാർഗം ഉപയോഗിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കണക്കില്ലാത്ത ആളുകളെ അന്ധകാര കൂപത്തിലേക്ക് നയിക്കാൻ സാത്താൻ ഇന്ന് വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അച്ഛൻ ശുശ്രൂഷ ചെയ്ത് അനേകം മണ്ഡലങ്ങളിൽ പോകുമ്പോൾ ദൈവരാജ്യ വേല നിഷ്കളങ്കമായി കർത്താവിന് വേണ്ടി ജീവാർപ്പണം ചെയ്യുന്ന അനേക ആത്മാരെയും അനേകം സിസ്റ്റർമാരെയും അനേകം വൈദികരെയും ശുശ്രൂഷകരെയും കണ്ടുമുട്ടാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ അവരുടെ സാന്നിധ്യം ഞാൻ വളരെ വിലപ്പെട്ടതായി കണക്കാക്കുകയാണ്. പക്ഷെ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അവർ രഹസ്യത്തിൽ അനുഭവിക്കുന്ന ഒരു വേദന അച്ഛനോട് പങ്കുവെക്കുന്നുണ്ട്. അവരിൽ നിരവധി പേര് എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് കിംവദന്തികൾ പറഞ്ഞു പരത്തുകയാണ്. മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ദുഷിച്ച് പറയുകയാണ്. ദൈവരാജ്യത്തെ പുച്ഛിക്കുകയാണ്. ദൈവരാജ്യ ശുശ്രൂഷ നിന്ദിക്കുകയാണ്. ഗാന ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിലും വചനപ്രഘോഷണം നടത്തുന്നവരാണെങ്കിലും കൗൺസിലിംഗ് നടത്തുന്നവരാണെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി ഭവനങ്ങളിൽ പോയി ഓരോ തരത്തിലിരിക്കുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവരെ മാനസാന്തരത്തിലേക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നവരാണെങ്കിലും ഇടവകളിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിലും രൂപതകളിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിലും ശുശ്രൂഷയുടെ മണ്ഡലം ഏതായാലും ഒരേപോലെ പ്രതിഭാസം അവർ അഭിമുഖീകരിക്കുകയാണ്. അവർ പറയുകയാണ്, ഏതെങ്കിലും ഒരു കാര്യത്തിന് ചെല്ലുമ്പോൾ, ഒരു കല്യാണത്തിന് ചെല്ലുമ്പോൾ, ഒരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ, ഒരു പാർട്ടിക്ക് ചെല്ലുമ്പോൾ, ഒരു മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ, ഒരു യോഗത്തിന് ചെല്ലുമ്പോൾ, ഒരു കൂട്ടായ്മയ്ക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളെ ഇകഴ്ത്തി സംസാരിക്കുക, പുച്ഛിച്ച് പറയുക, നിഷേധിച്ച് പറയുക, പരിഹസിച്ച് പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ആ വചനം പ്രഘോഷിക്കുന്ന അല്ലെങ്കിൽ ആ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകനെ ബാധിക്കുകയില്ലെങ്കിലും ഇത് പറയുന്ന ആളെ ഇത് നെഗറ്റീവായി ഒരുപാട് ബാധിക്കുമെന്നുള്ളത് സംശയമില്ല. അവരുടെ ആത്മീയ ജീവിതത്തെ ഇത് വളരെ കഠിനമായി വിപരീതമായി ബാധിക്കും. കാരണം അവരുടെ ജീവിതത്തിൽ അവർ സുവിശേഷത്തിന് നാഥനായ യേശു ക്രിസ്തുവിനെ തന്നെയാണ് തള്ളി പറയുന്നത് എന്നുള്ള കാര്യം യേശു വ്യക്തമാക്കിയിട്ടുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 16-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം അതിൽ 16-ാം തിരുലിഖിതം. ഉറക്കെ പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുവിശേഷത്തിന് വേണ്ടി കർത്താവ് തെരഞ്ഞെടുത്തത് ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലെ ജീവിത പങ്കാളിയോ നമ്മുടെ മക്കളെയോ നമ്മുടെ മാതാപിതാക്കളെയോ നമ്മുടെ കൂടപ്പിറപ്പിനെയോ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വളരെ ഫ്രണ്ടായി നമ്മുടെ ബാച്ചിൽ പഠിച്ചവരൊക്കെയുള്ള ആളുകളെ ആയിരിക്കാം ദൈവം ഓരോരോ കാരിസം കൊടുത്ത് ഓരോരോ ശുശ്രൂഷകൾ നിയോഗിച്ചിരിക്കുന്നത്. എൻ്റെ ബാച്ചിൽ പെട്ടതാണ്, എൻ്റെ ക്ലാസ്സിൽ പെട്ടതാണ്, എൻ്റെ കൂടപ്പിറപ്പാണ്, എൻ്റെ ജീവിത പങ്കാളിയാണ്, എൻ്റെ മകനാണ്, എൻ്റെ മകളാണ് എന്നുള്ള ചിന്തയിൽ നാം അവരെ പന്ത് തട്ടുന്നത് പോലെ ഇട്ട് തട്ടുന്നത് ദൈവം അത് അംഗീകരിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് ശ്ലീഹായുടെ ജീവിത കാലഘട്ടത്തിൽ ഇത് വളരെ വളരെ കഠിനമായ വിധത്തിൽ പൗലോസ് ശ്ലീഹ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 14-15 തിരുലിഖിതങ്ങളിൽ പൗലോസ് ശ്ലീഹ വളരെ കാലം ഹൃദയത്തിൽ കൊണ്ടു നടന്നൊരു രഹസ്യവേദന തൻ്റെ പ്രാണപ്രേഷ്ഠ സുഹൃത്തായ സഹവേലക്കാരനായ തിമോത്തിയോസിനോട് പങ്കുവെക്കുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 14-15 തിരുലിഖിതങ്ങൾ. ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വലിയ ദ്രോഹം ചെയ്തു. കർത്താവ് അവൻ്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകും. നീയും അവനെക്കുറിച്ച് കരുതലോടെ ഇരിക്കണം. കാരണം അവൻ നമ്മുടെ വാക്കുകളെ ശക്തിപൂർവം എതിർത്തവനാണ്. പൗലോസ് ശ്ലീഹ ഒരു ഗർജിക്കുന്ന സിംഹമായിരുന്നു. ഒരു പ്രതികൂലവും തളർത്താത്ത ഒരു മനുഷ്യനായിരുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി തീഷ്ണത കൊണ്ട് നിറഞ്ഞവൻ, യേശുവിന് വേണ്ടി മരിക്കാൻ വേണ്ടി തീഷ്ണതയുള്ളവൻ. അങ്ങനെ തീപ്പൊരിയായ പൗലോസ് ശ്ലീഹ പോലും പറയുകയാണ്, ആ ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വലിയ ദ്രോഹം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം മനസ്സിനെ ഇടിച്ചു കളയുന്ന, അത്രമാത്രം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധം ഒരുപാട് ഇകഴ്ത്തി പറഞ്ഞു കാണും, ഒരുപാട് തടസ്സങ്ങളുണ്ടായി കാണും, പല കിംവദന്തികൾ പ്രചരിപ്പിച്ചു കാണും, ഒരുപാട് വിധത്തിൽ സുവിശേഷത്തിന് ദ്രോഹം ചെയ്തു എന്നാണ് പറയുന്നത്.
പ്രിയ ദൈവ പൈതലേ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കണം, ഞാനും ഈ ചെമ്പ് പണിക്കാരൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനാണോ? സുവിശേഷത്തിന് ദ്രോഹം ചെയ്യുന്ന, അല്ലെങ്കിൽ സുവിശേഷ ശുശ്രൂഷകളെ ഇകഴ്ത്തി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ദുഷി പറഞ്ഞ്, കിംവദന്തികൾ പറഞ്ഞ് അതിനെ അങ്ങനെ ദുർബലപ്പെടുത്തുന്ന ആ ഗണത്തിലേക്ക്, ആ പിശാചിന്റെ കെണിയിലേക്ക് നിബന്ധിച്ചു പോയവനാണോ ഞാൻ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ സ്ത്രീക പഠിപ്പിക്കുകയാണ്, ആ ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വലിയ ദ്രോഹം ചെയ്തിരിക്കുന്നു. കാരണം സുവിശേഷത്തെ തടസ്സപ്പെടുത്തുക. യേശുവിന്റെ കാലഘട്ടത്തിൽ യേശു സുവിശേഷ വേല ചെയ്തപ്പോഴും ഇതുപോലെ തന്നെയല്ലായിരുന്നു അനുഭവം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം അതിൽ 41 മുതൽ 44 വരെയുള്ള തിരുലിഖിതങ്ങൾ. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് എന്ന് ചിലർ പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു ഇവൻ ക്രിസ്തുവാണ്. എന്നാൽ വേറെ ചിലർ ചോദിച്ചു, ക്രിസ്തു ഗലീലിൽ നിന്നാണോ വരിക? ക്രിസ്തു ദാവീദിന്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിന്റെ ഗ്രാമമായ ബത്ലഹേമിൽ നിന്നാണ് വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത്? അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി. ചിലർ അവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ ആരും അവൻ്റെ മേൽ കൈകൾ വെച്ചില്ല. ചിലർ അവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു. 8-ാമത്തെ അധ്യായം കാണുന്നതാണ്, അവർ അവനെ കൊല്ലാൻ ആലോചിച്ചു, അവനെ ബന്ധിക്കാൻ ആലോചിച്ചു. യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് തടസ്സമുണ്ടാക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ഓരോ ശിഷ്യന്മാരുടെ ജീവിതം എടുത്തു നോക്കുക. അവരുടെ സുവിശേഷ വേലകളെല്ലാം അനേകർ തടസ്സമുണ്ടാക്കുകയാണ്. ഇതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്, യാന്നസും യാംബ്രസും മോശയെ എതിർത്തതുപോലെ ഈ മനുഷ്യർ സത്യത്തെ എതിർക്കുന്നു. ഇവർ ദുഷിച്ച മനസ്സുള്ളവരും വിശ്വാസ നിന്ദകരുമാണ്. ഇവർ ദുഷിച്ച മനസ്സുള്ളവരും വിശ്വാസനിന്ദകരുമാണ് എന്ന് ശ്ലീഹ പ്രഖ്യാപിക്കുകയാണ്. വീണ്ടും തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ എല്ലാ ദൈവമക്കളോട് അപേക്ഷിക്കുകയാണ്, അവസാനമായി സഹോദരരെ, കർത്താവിൻ്റെ വചനത്തിന് നിങ്ങളുടെ ഇടയിൽ ലഭിച്ചതുപോലെ മറ്റെല്ലായിടത്തും പ്രചാരവും മഹത്വവും ലഭിക്കേണ്ടതിനും ഞങ്ങൾ ദുഷ്ടന്മാരും അധാർമികരുമായ മനുഷ്യരിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കാരണം വിശ്വാസം എല്ലാവർക്കും ഇല്ല. ദുഷ്ടരും അധാർമികരുമായ മനുഷ്യരുണ്ട്. അവരെയാണ് പിശാച് വേഗം തൻ്റെ കെണി വെച്ച് വീഴ്ത്തി ദൈവരാജ്യത്തെ ദുഷിക്കാനും നിന്ദിക്കാനും വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ഈ നിമിഷങ്ങൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇതൊരു വലിയ മേഖലയായതുകൊണ്ട് വിശുദ്ധ പൗലോസ് ശ്ലീഹ തൻ്റെ ശുശ്രൂഷയിൽ ഇടയ്ക്കിടയ്ക്ക് വിശ്വാസികളെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഉത്ബോധിപ്പിക്കുകയാണ്. ഈ സമയം നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ലോകമെമ്പാടും അനേക രാജ്യങ്ങളിൽ, എല്ലാ ഭൂഖണ്ഡങ്ങളിലും ദൈവരാജ്യ വലയുന്ന മിഷണറിമാര്, വൈദികര്, സിസ്റ്റേഴ്സ്, തിരുസഭാധികാരികൾ, അൽമായ വചനപ്രഘോഷകര് കർത്താവായി യേശുവിൻ്റെ വചനത്തിൽ കറയോ കളങ്കമോ ഇല്ലാതെ മായം ചേർക്കാതെ വചനം പ്രഘോഷിച്ച് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ അലട്ടുന്ന പീഡകൾ വിട്ടുപോകട്ടെ. ഏതെങ്കിലും കാരണം നമ്മളും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവവചനം ദുഷിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്ന ഒരു പാപത്തിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ പ്രിയമക്കളെ വേഗം അനുദപിക്കണം, ഏറ്റുപറയണം. കർത്താവായ യേശുവിന്റെ സുവിശേഷത്തിന് വേണ്ടിയാണല്ലോ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഈ ദൈവമക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ ജീവിതങ്ങളെയും തന്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി ഏതെങ്കിലും കാലത്ത് സാത്താൻ അടിമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആധിപത്യം വളർന്നുണ്ടെങ്കിൽ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. പീഡകളും ബാധകളും തിന്മകളും അശുദ്ധ പീഡകളും യേശുനാമത്തിൽ ചിഹ്നമായി പോകട്ടെ. യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. കർത്താവായ ഈശോയുടെ അത്ഭുത നാമത്തിൽ ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ശിഥിലീകരണ ശക്തികളിൽ നിന്നും ദൈവരാജ്യത്തോട് മല്ലടിക്കുന്ന എതിർ അരൂപികളുടെ പീഡകളിൽ നിന്നും ഈ കുടുംബങ്ങളും സമൂഹങ്ങളും വിടുതലായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
മാറാനാത്ത. Come, Lord Jesus. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഓരോ ദൈവമക്കളും അവരവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും സമർപ്പിച്ച് രക്ഷാകരമായ നാമം ഒരുമിച്ച് വിളിക്കുക. യേശുവിന്റെ നാമത്തെ വിളിക്കുന്നു. യേശുവേ 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 യേശുവേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, സ്വരം ഉയർത്തി വിളിക്കുന്നു.